നമസ്കാരം വ്യൂവേഴ്സ്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കട്ട്ലറ്റാണ്, സോയയും ചിക്കനും കൂടിയിട്ടിട്ടുള്ള കട്ട്ലറ്റ് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ 300 ഗ്രാം ചിക്കൻ മിൻസ് ചെയ്തത്, എന്നിട്ട് മഞ്ഞളും കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചതാണ് ഇത്. അതേപോലെ സോയ ചങ്ക്സ് ഒരു 1.5 കപ്പുണ്ട്. അത് തിളച്ച വെള്ളത്തിലിട്ട് പച്ചവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. പിന്നെ ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി 2 ടേബിൾ സ്പൂൺ ചെറുങ്ങനെ അരിഞ്ഞത് കണ്ട. പിന്നെ മല്ലിയില പുതിനയില, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത്, ഇത് 300 ഗ്രാം, ഇത് 1.5 കപ്പ്. ഇതെല്ലാം കുറച്ച് നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട്. ഇതൊരു വലിയ സവാള, ഇതെല്ലാം കൂടി 2 ടേബിൾ സ്പൂൺ. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു വലുതും ഒരു ചെറുതും കൂടി പുഴുങ്ങിയത്. പൊടികൾ പിന്നെ 2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു വലിയ ടീസ്പൂൺ ഹീപ്പ് ചെയ്തിട്ട് ഗരം മസാല, ഒരു വലിയ ടീസ്പൂൺ അതേപോലെ തന്നെ പെരിഞ്ജീരകപ്പൊടി. ഇനി നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാം, കട്ട്ലറ്റിനുള്ള മസാല. ചിക്കൻ മാത്രം കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി ഇതിനുള്ള വേണ്ടുന്ന ഉപ്പ് ഇടണം. ചൂടാവുമ്പോൾ നമുക്ക് ഇടാം. ഇഞ്ചി സവാള പച്ചമുളക് വെളുത്തുള്ളി ഒരുമിച്ചിട്ട് അത് വാടി വരുമ്പോൾ വേണം ബാക്കിയുള്ളത്. അത് ബാക്കിയെല്ലാം വെന്ത് കഴിഞ്ഞ സാധനങ്ങളായതുകൊണ്ട് ഇതായിക്കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് അതിന് ബാക്കിയുള്ള സാധനങ്ങൾ, കട്ട്ലറ്റിന് ആവശ്യമുള്ള ബാക്കിയുള്ള സാധനങ്ങളെന്ന് പറയാൻ റൊട്ടിപ്പൊടിയും മുട്ടയും, ഇത്രയേ ഉള്ളൂ. നോൺ വെജ് ആണ്, ചിക്കനും സോയയും കൂടിയിട്ടുള്ളതാണ്. ഇത് എൻ്റെ ഒരു സ്പെഷ്യലാണ്, ഇതുവരെ ഞാനാരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. സവാള ലൈറ്റായി, അന്നേരം ഈ പൊടികൾ ഇട്ട് കൊടുക്കണം. പൊടി മൂത്ത് വരുമ്പോൾ വേണം സോയ ചങ്ക്സും ചിക്കനും ഇടണം, പൊട്ടറ്റോ. പൊടിയൊന്നും മൂക്കട്ടെ. പൊടി മൂത്ത മണം വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിടാം. ചിക്കൻ, പൊട്ടറ്റോ, സോയ ചങ്ക്സ്, ഇതൊരു 25 കട്ട്ലറ്റിനുള്ളതുണ്ടാവും. ഇലകൾ അവസാനം. ഇത് നല്ലോണം ഇളക്കിയിട്ട് നോക്കിയിട്ട് ഉപ്പ് എങ്ങനെയാണെന്ന് നോക്കണം. എന്നിട്ടാണ് ഇതെല്ലാം കൂടി നല്ലോണം ഈ പൊടിയിലും ഉള്ളിൻ്റെ അകത്തെല്ലാം ജോയിനാവണം.
നല്ലോണം ഇളക്കി കൊടുക്കണം. അതിൽ കുറച്ച് വെള്ളമെല്ലാം വറ്റണം. ഇൻ കേസ് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റണം. കട്ട്ലറ്റ് അല്ലേ, കുഴക്കാൻ കിട്ടില്ല. പിന്നെ ആവശ്യമുള്ള 1 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ നേരത്തെ ഇട്ടിന്, 1.5 ടീസ്പൂൺ ഇട്ട് ഇത് നല്ലോണം എല്ലാ ഭാഗത്തും ആവണം. നല്ലോണം ഇളക്കിയിട്ട് ഇതിൽ യോജിപ്പിക്കട്ടെ. ഉപ്പെല്ലാടെയും ഒരേപോലെ ആവണം. ഇനി മല്ലിയിലയും പുതിനയിലയും ഇടണം. ഇത് നല്ലോണം ഇട്ടോ കേട്ടോ. എത്രത്തോളം ഇടുന്നോ അത്രത്തോളം നല്ലതുമാണ്, ടേസ്റ്റ് വന്നു. ഇതൊരു ബഞ്ചുണ്ട്. ഒരു ബഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 5-6 തണ്ടുണ്ട്, വലിയ തണ്ട്. അതേപോലെ പുതിനയും അങ്ങനെ തന്നെ എടുത്തിന്. ഒരു കയ്യിൽ പിടിക്കൽ പറ്റുന്നത്. ചൂടാറിയിട്ടേ ഇത് ഉരുട്ടാൻ പറ്റുള്ളൂ. ചൂടാറാൻ പറ്റും മസാല. അങ്ങനെ നമ്മളെ മസാല റെഡിയായി. ഞാൻ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. കുറച്ചും കൂടി വേണം ഉപ്പ്. 1/2 ടീസ്പൂണും കൂടി ഇടുന്നുണ്ട്. ഓഫാക്കുന്നതാണേ. ആയി, കട്ട്ലറ്റിൻ്റെ മസാലയായി. ഇനി തണിഞ്ഞതിൻ്റെ ശേഷം ഉരുട്ടി വെക്കും. ഇപ്പോൾ ചൂടുണ്ട്, അപ്പോൾ ഇപ്പോൾ ഉരുട്ടാൻ പറ്റില്ല. മാവ് തണുത്തിട്ടുണ്ട്. ഇനി ഞാനത് ഉരുട്ടിയിട്ട് ഒരു 5-6 എണ്ണം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഇതൊരു 25 എണ്ണത്തിനുള്ളതുണ്ട്. ഇത് ഞാൻ റൗണ്ട് ബോളാക്കട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് പരത്തുന്ന കാണിച്ചു തരാം. ഞാനൊരു 6 ബോളെടുത്ത്, അപ്പോൾ ആ മാവിന്ന് 6 ബോളാക്കി വെച്ചിട്ടുണ്ട്. ബോള് നിങ്ങൾക്കിപ്പോൾ ഷേപ്പ് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. അത് ഓരോളെ ഇഷ്ടം പോലെ. ഇത് കോട്ട് ചെയ്യാനുള്ള മുട്ടയും ഇതും അടിച്ചെടുക്കട്ടെ. മുട്ട അടിച്ച് കഴിഞ്ഞിട്ട് ലേശം വെളിച്ചെണ്ണയിൽ ഇട്ടിക്കണം. അപ്പോൾ കോട്ടിങ് കറക്റ്റാവും. ഇതെല്ലാം എൻ്റെ അമ്മ പണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അമ്മ ചെയ്യുന്ന കണ്ടിട്ടുമുണ്ട്. പതപ്പിക്കൊന്നും വേണ്ട, ഇങ്ങനെ മുട്ട അടിച്ചാൽ മതി. കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ. വെളിച്ചെണ്ണ ഒറ്റിച്ചു. ഞാനിത് മുട്ടയിൽ കോട്ട് ചെയ്ത് ഇങ്ങനെ കോട്ട് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെക്കും. ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിക്കോ, അതൊന്നും ഒരു പ്രശ്നമല്ല. റോളാക്കണമെങ്കിൽ റോളാക്കാം. കട്ട്ലറ്റിന് അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നിയ ഷേപ്പെല്ലാം ആക്കും. എൻ്റെ കയ്യിൽ എന്താ വരുന്നത് അതാക്കും. ഇനി 6 പരത്തിയിട്ട് കാണിച്ചു തരാം.
ഞാനൊരു 5 ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വരുന്ന പോലത്തെ ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാം. എണ്ണ ചൂടാക്കട്ടെ. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. എണ്ണ ചൂടാവുന്നേ ഉള്ളൂ. ഈ ഷേപ്സ് കണ്ട ഓരോരോ ഷേപ്പാക്കി. ഇത് റോള് പോലെ ആക്കി. ഒന്നൊരു ഓവലും അല്ല ഇതുമല്ല. ഒന്ന് ഹാർട്ട്, ഒന്ന് റൗണ്ട്, ഒന്ന് ഓവൽ, ഒന്ന് മറ്റേ. ക്രിസ്മസ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കട്ട്ലറ്റ് ഇതേപോലെ ട്രൈ ചെയ്യാം. ഇഷ്ടാവും എല്ലാവർക്കും. ഈ കോമ്പിനേഷൻ ഞാൻ അധികം ആരും ചെയ്യുന്ന കണ്ടിട്ടില്ല. എണ്ണ നല്ലോണം ചൂടായി. ഞാൻ കട്ട്ലറ്റ് ഇടാൻ പോവുക. ഒരേ തീയിൽ വെച്ചിട്ട് ഉണ്ടാക്കണേ കട്ട്ലറ്റ്. കൂട്ടാനും കുറക്കാനും അങ്ങനെയൊന്നും പാടില്ല. കട്ട്ലറ്റിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഏത് തീയിലാണോ ആദ്യം ഇട്ട് അതേപോലെ ആദ്യം ഇടുമ്പോൾ എപ്പോഴും നല്ല ഹീറ്റ് ഉണ്ടാവണം. 2 മിനിറ്റ് കഴിഞ്ഞൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ കട്ട്ലറ്റ് റെഡി ആയിക്കൊണ്ട് വരികയാണ്. എല്ലാം വെന്ത സാധനമാണ്, അതുകൊണ്ട് അത്രയേ വേവുള്ളൂ. ഷേപ്പെല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് ആക്കി. ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് എല്ലാവരും ഇതിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ കട്ട്ലറ്റ് ആയി വരുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്തോളണം. അത്ര നല്ലതാണ്. ചിക്കൻ ഉണ്ട്, സോയ ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പല ഷേപ്പിലുള്ള കട്ട്ലറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കട്ട്ലറ്റ് ഏത് ഷേപ്പാണ് വേണ്ടത് വെച്ചാൽ എടുത്തു. സ്റ്റൈലിൽ വെക്കട്ടെ. കൂടെ ഞാൻ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കട്ട്ലറ്റ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അവർ പറയും ടേസ്റ്റ്. അവർക്ക് സോസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് എടുക്കില്ല. കഴിച്ചിട്ട് പറയട്ടെ. അസാധ്യ നന്നായിനെന്നാ പറയുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് ഇതായി. അങ്ങനെ നമ്മൾ സോയ ചങ്ക്സ് ആൻഡ് ചിക്കൻ കട്ട്ലറ്റ് റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് എല്ലാവരും എനിക്ക് ഫീഡ്ബാക്ക് ഇടണം, കമൻസ് ഇടണം, സബ്സ്ക്രൈബും ചെയ്യണം.